മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഹദോസ് സമാപിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ 30ാമത് സാധാരണ പരിശുദ്ധ സിനഹദോസ് 2026 ഫെബ്രുവരി 23 മുതൽ 27 വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം പട്ടം കാതലിക് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. സഭയിലെ 18 പിതാക്കന്മാരും പരിശുദ്ധ സിനഹദോസിൽ സംബന്ധിച്ചു. 25-ാം തീയതി സഭയിലെ വിവിധ സിനഹദോസ് കമ്മീഷനുകളുടെ സെക്രട്ടറിമാരുടെ മീറ്റിംഗ് സിനഹദോസ് പിതാക്കന്മാരോടൊപ്പം നടത്തപ്പെട്ടു. 26-ാം തീയതി സഭയിലെ സന്യാസ സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിന്റെയും സുപ്പീരിയർ ജനറൽസിന്റെയും ബൈബിൾ അപ്പോസ്തോലേറ്റിന്റെ ഡയറക്ടർമാരുടെയും മീറ്റിംഗും സിനഹദോസ് പിതാക്കന്മാരോടൊപ്പം നടത്തപ്പെട്ടു. ഫെബ്രുവരി 27-ന് ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ ഖബറിങ്കൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റു പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു. ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് എത്രയും വേഗം പ്രസിദ്ധീകരിക്കണമെന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എപ്പിസ്കോപ്പൽ സിനഹദോസ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് അതിവേഗത്തിൽ പരിഹാരം കാണണമെന്ന് എപ്പിസ്കോപ്പൽ സിനഹദോസ് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഭരണഘടനയും ക്രിസ്തീയ വിശ്വാസവും രാജ്യത്ത് ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും സിനഹദോസ് അഭിപ്രായപ്പെട്ടു. അധ്യാപക നിയമനത്തിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും അധ്യാപകരോട് നീതി കാട്ടണമെന്നും സിനഹദോസ് പറഞ്ഞു. 2030 മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഒരുക്കമായി 2026 സെപ്റ്റംബർ 20 മുതൽ 2027 സെപ്റ്റംബർ 19 വരെ ജീവകാരുണ്യ വർഷമായി ആചരിക്കുവാനും കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുവാനും തീരുമാനിച്ചു. 27-ന് സഭയുടെ 30ാമത് സാധാരണ പരിശുദ്ധ സിനഹദോസ് സമാപിച്ചു. പുതിയ നിയമനങ്ങൾ. സിനഡൽ കമ്മീഷൻ ഫോർ തിയോളജി, ഹിസ്റ്ററി ആൻഡ് പബ്ലിക്കേഷന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ മാത്യൂസ് മാർ പക്കോമിയൂസ് പിതാവിനെയും സെക്രട്ടറിയായി റവറൻ ഫാദർ ജോളി കരിമ്പിലിനെയും സിനഡൽ കമ്മീഷൻ ഫോർ ബൈബിളിന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ വിൻസെന്റ് മാർ പൗലോസ് പിതാവിനെയും സിനഡൽ കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ തോമസ് മാർ അന്തോണിയസ് പിതാവിനെയും സിനഡൽ കമ്മീഷൻ ഫോർ എക്യുമിനിസത്തിന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ യുഹാനൻ മാർ തിയഡോഷ്യസ് പിതാവിനെയും സെക്രട്ടറിയായി റവറൻ ഫാദർ ജോർജ് തേക്കടയിലിനെയും സ്പെഷ്യൽ ഡെസ്ക് ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ യുഹാനൻ മാർ തിയഡോഷ്യസ് പിതാവിനെയും സെക്രട്ടറിയായി റവറൻ ഫാദർ തോമസ് പ്രഷോബ് OICയെയും സിനഡൽ കമ്മീഷൻ ഫോർ ക്ലർജിയുടെ സെക്രട്ടറിയായി റവറൻ ഫാദർ ജോസഫ് മലയാറ്റിലിനെയും സിനഡൽ കൗൺസിൽ ഫോർ ദി കോർഡിനേഷൻ ഓഫ് ലേ അസോസിയേഷൻസിന്റെ മോഡറേറ്ററായി മോസ്റ്റ് റവറൻ ജോസഫ് മാർ തോമസ് പിതാവിനെയും മലങ്കര കാത്തലിക് അസോസിയേഷന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ മാത്യൂസ് മാർ പോളികാർപ്പസ് പിതാവിനെയും സ്പിരിച്വൽ അഡ്വൈസറായി റവറൻ ഫാദർ ജോൺസൺ പുതുവേലിനെയും സിനഡൽ കമ്മീഷൻ ഫോർ യൂത്തിന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ യുഹാനാൻ മാർ അലക്സിയോസ് പിതാവിനെയും സിനഡൽ കമ്മീഷൻ ഫോർ ഫെയ്ത്ത് ഫോർമേഷന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ തോമസ് മാർ കൂർലോസ് പിതാവിനെയും സെക്രട്ടറിയായി റവറൻ ഫാദർ പീറ്റർ തോപ്പിലിനെയും സിനഡൽ കമ്മീഷൻ ഫോർ വൊക്കേഷന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ യുഹാനാൻ മാർ അലക്സിയോസ് പിതാവിനെയും സെക്രട്ടറിയായി റവറൻ ഫാദർ ഡാർബല്ലോ ക്രിസ്തുസിനെയും സിനഡൽ കമ്മീഷൻ ഫോർ സോഷ്യൽ അപ്പോസ്തലേറ്റ്, ദളിത് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ തോമസ് മാർ യൗസേവിസ് പിതാവിനെയും സെക്രട്ടറിയായി റവറൻ ഫാദർ തോമസ് മടുക്കുമൂട്ടിലിനെയും സിനഡൽ കമ്മീഷൻ ഫോർ മൈഗ്രൻസിന്റെ ചെയർമാനായി മോസ്റ്റ് റവറൻ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് പിതാവിനെയും സെക്രട്ടറിയായി റവറൻ ഫാദർ തോമസ് പഴയച്ചിറ പടിക്കലിനെയും നിയമിച്ചു. സ്നേഹാദരവ്. 2025 കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിലെ വ്യക്തികളെ ഫെബ്രുവരി 27-ന് പട്ടം കാതലിക് സെന്ററിൽ വെച്ച് 30ാമത് പരിശുദ്ധ സിനഹദോസിന്റെ സമാപന ദിനത്തിൽ ആദരിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ, അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ്, അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്ത, ശ്രീ ജേക്കബ് പുന്നൂസ് IPS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീനാമ റോയ് എന്നിവർ വിജയികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സഭയിലെ മറ്റു പിതാക്കന്മാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ വിജയികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. ഇന്റർനാഷണൽ തിയോളജിക്കൽ കൊളോക്കിയം നടത്തപ്പെട്ടു.
തിരുവനന്തപുരം നാലാഞ്ചിറ സെന്റ് മേരീസ് മേജർ സെമിനാരിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 17, 18 എന്നീ തീയതികളിൽ വർഷിപ്പ് ആൻഡ് വിറ്റ്നസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്റർനാഷണൽ തിയോളജിക്കൽ കൊളോക്യം നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ കൊളോക്യം ഉദ്ഘാടനം ചെയ്തു. ക്രമീകരണങ്ങൾക്ക് സിനോഡൽ കമ്മീഷൻ ഫോർ തിയോളജിയും മലങ്കര അക്കാദമിയും നേതൃത്വം നൽകി. കൂദാശ ചെയ്തു. തിരുവനന്തപുരം നാലാഞ്ചിറ സെന്റ് മേരീസ് മേജർ സെമിനാരിയിൽ മലങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ നവീകരിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ കൂദാശ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റു പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും ഫെബ്രുവരി 25 നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് മേജർ സെമിനാരി ഡയറക്ടർ ഫാദർ ഡോക്ടർ എബ്രഹാം ചരൂപുരയിടത്തിൽ നേതൃത്വം നൽകി. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കടനംകുളം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന്റെ കൂദാശ ഫെബ്രുവരി 15 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാസന അധ്യക്ഷനുമായ മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. കൂടിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ യോഹാനാൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് മടക്കുമൂട്ടിൽ നേതൃത്വം നൽകി. എക്യുമെനിക്കൽ സംഗമം നടത്തപ്പെട്ടു. മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എക്യുമെനിക്കൽ സംഗമം ഫെബ്രുവരി 22 മൂവാറ്റുപുഴയിൽ വെച്ച് നടത്തപ്പെട്ടു. മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ യോഹാനാൻ മാർ തേഡോഷ്യസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച സംഗമം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അഭിമന്യ മാർ അത്തനാസ്യോസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു. സുവിശേഷാധിഷ്ഠിത നീതിയിൽ അടിയുറച്ച രാജ്യസ്നേഹമാണ് ക്രൈസ്തവർ പുലർത്തേണ്ടതെന്ന് പിതാവ് അഭിപ്രായപ്പെട്ടു. ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് സഭ നിലനിൽക്കുന്നതും വളരേണ്ടതുമെന്നും സഭകളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ മുഖ്യപ്രഭാഷണം നടത്തി. വികാരി ജനറൽ ഫാദർ തോമസ് ഞാറക്കാട്ട് കോറപ്പിസ്കോപ്പ, ഐമനം ഹെർമോൺ മാർത്തോമ പള്ളി വികാരി ഫാദർ ഡെനി ഫിലിപ്പ്, ലത്തീൻ കത്തോലിക്ക സഭ വക്താവ് ജോസഫ് ജൂഡ്, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസകുട്ടി ഒഴികയിൽ കേരള കാത്തലിക് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി VC ജോർജ് കുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. സമ്മേളനം നടത്തപ്പെട്ടു. ലിറ്റർജി ആൻഡ് മിഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി പൂനെ കട്കി ഭദ്രാസനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിനികൾക്കായുള്ള ദ്വിദിന സമ്മേളനം ഫെബ്രുവരി 11, 12 എന്നീ തീയതികളിൽ ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. പൂനെ കട്കി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പക്കോമോസ് മെത്രാപ്പോലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദർ കൃപാഡിയം, മദർ ടോമിന SIC എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് വികാരി ജനറൽ ഫാദർ ഷാജി മാത്യൂസ് വാഴയിൽ ആരാധനക്രമത്തെക്കുറിച്ചും ഫാദർ മാത്യു കാവുക്കാട്ട് SVD മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസ് നയിച്ചു. തുടർന്ന് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് നടന്ന സെഷനിൽ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ SIC മോഡറേറ്ററായി. തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ 2026-27 വർഷത്തെ പ്രസിഡന്റായി മാവേലിക്കര ഭദ്രാസനാംഗമായ ശ്രീ ഷിബിൻ ഷാജിയെയും സെക്രട്ടറിയായി മൂവാറ്റുപുഴ ഭദ്രാസനാംഗമായ കുമാരി പ്രിൻസി പീറ്ററിനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 14, 15 എന്നീ തീയതികളിൽ തലശ്ശേരി സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ വെച്ച് നടന്ന 48ാമത് വാർഷിക സെനറ്റ് സമ്മേളനത്തിൽ വെച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സത്യപ്രതിജ്ഞ ചെയ്തു. MCMF സഭാതല സമിതിയുടെ സത്യപ്രതിജ്ഞയും കർമ്മപദ്ധതിയുടെ ഉദ്ഘാടനവും ഫെബ്രുവരി 24 പട്ടം കാത്തലിക്കേറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. 2026-27 വർഷത്തെ ഭരണസമിതി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു. സെൻട്രൽ കമ്മീഷൻ ഫോർ ഫാമിലി ചെയർമാൻ അഭിമന്യ യോഹാനാൻ മാർ തേഡോഷ്യസ് മെത്രാപ്പോലീത്തയും കമ്മീഷൻ സെക്രട്ടറി ഫാദർ സജി അറക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. MCYM പാറശാല ഭദ്രാസനത്തിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികൾ ഫെബ്രുവരി 22 ചെമ്പരത്തിവിള സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ വെച്ച് പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ യൗസേബസ് മെത്രാപ്പോലീത്തായുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കർമ്മപദ്ധതി ഉദ്ഘാടനം ചെയ്തു. MCYM തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിന്റെ 2026 വർഷത്തെ കർമ്മപദ്ധതിയായ മബുവോ 2026 ഉദ്ഘാടനം തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിന്റെ സഹായമെത്രാൻ അഭിമന്യ യോഹാനാൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് മുഖ്യാതിഥിയായിരുന്ന സമ്മേളനത്തിൽ MCYM തിരുവനന്തപുരം മേജർ ഭദ്രാസന പ്രസിഡന്റ് ശ്രീ ജോജി ക്ലമൻ അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശ്രീ ജിജോ എസ് ജോയ് സ്വാഗതം ആശംസിക്കുകയും ഡയറക്ടർ ഫാദർ ജോഷോ കൊച്ചുവടയിൽ ആമുഖ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിലെ MCYMന്റെ 2026 വർഷത്തെ കർമ്മപദ്ധതി ഫെബ്രുവരി 11 ബിഷപ്സ് ഹൗസിൽ വെച്ച് ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പക്കോമൈസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന വികാരി ജനറൽ ഫാദർ ഷാജി മാത്യൂസ് വാഴയിൽ, ഭദ്രാസന ഡയറക്ടർ ഫാദർ മാത്യൂസ് പുനക്കുളം, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോബിൻ താനിക്കാക്കുഴി, സിസ്റ്റർ ആനിമേറ്റർ സിസ്റ്റർ ഗ്രസിലേറ്റ് SIC, പ്രസിഡന്റ് ശ്രീ കരോൾ ഷിബിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ MCYM കൊട്ടാരക്കര വൈദിക ജില്ലയുടെ 2026 വർഷത്തെ കർമ്മപദ്ധതി ജീവധാര 2K26ന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 15 ചെങ്ങമനാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. MCYM കൊട്ടാരക്കര വൈദിക ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ജില്ലാ വികാരി ഫാദർ ജോസഫ് കടകംപള്ളി ഉദ്ഘാടനം ചെയ്തു. MCYM മേജർ ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോഷുവ കൊച്ചുവടയിൽ കർമ്മപദ്ധതി പ്രകാശനം, തീം പഠന സെമിനാർ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് മുൻ MCYM സഭാതല ട്രഷറർ ശ്രീ ജോബിൻ ഡേവിഡിന്റെ നേതൃത്വത്തിൽ ഐസ് ബ്രേക്കിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ് സെഷൻ നടത്തപ്പെട്ടു. MCYM കൊട്ടാരക്കര വൈദിക ജില്ലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിക്കരോട്ട്, ഫാദർ ജോർജ് പട്ടശ്ശേരി, ഫാദർ ജോഷോ പാറയിൽ, ചെങ്ങമനാട് യൂണിറ്റ് ആനിമേറ്റർ സിസ്റ്റർ ജെയിൻ മരിയ എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര കാത്തലിക് കൺവെൻഷൻ നടത്തപ്പെടുന്നു. തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ അടൂർ വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അടൂർ മലങ്കര കാത്തലിക് ബൈബിൾ കൺവെൻഷൻ മാർച്ച് 1 മുതൽ 3 വരെ അടൂർ ഹോളി ഏഞ്ചൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. സമാപന ദിനമായ 3 മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ സമാപന സന്ദേശവും ഉണ്ടായിരിക്കുന്നതാണ്. നിര്യാതനായി. പത്തനംതിട്ട ഭദ്രാസനത്തിലെ ഫാദർ തോമസ് പ്ലാവലയിൽ ഫെബ്രുവരി 20 നിര്യാതനായി. 98 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ഫെബ്രുവരി 22 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തട്ടയിൽ സെയിന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.